സൗമ്യന്മാരും ജാഗരണം ചെയ്തോരും നോമ്പേൽപ്പോരുമെല്ലാം അധ്വാനത്തിൻ്റെ ശ്രേഷ്ഠഫലം എപ്പോൾ പ്രാപിക്കുമെന്ന് പറഞ്ഞേ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആ പന്തിയിൽ ആനന്ദിക്കുവാൻ അവർക്കും ഭാഗ്യം ലഭിക്കും എന്നുള്ള വലിയ ബോധ്യവും ഉറപ്പുമാണ് പ്രിയമുള്ളവരെ ഓരോ പരിശുദ്ധ നോമ്പും നമുക്ക് മുമ്പിൽ നൽകുന്നത്. അപ്രകാരം നമുക്ക് ലഭിക്കപ്പെട്ട അവസരങ്ങളിൽ ശ്രേഷ്ഠമായ ഒന്നാണ് ഈ പരിശുദ്ധ നോമ്പാചരണം എന്ന് നാം ശാന്തമായി മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ഹൃദയത്തിൻ്റെ പലകകളിൽ എഴുതി വെക്കുകയും ചെയ്യണം. കാരണം ഈ അവസരം എപ്പോഴും ലഭിക്കണമെന്നില്ല. പലപ്പോഴും നമ്മെ സംബന്ധിച്ച് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ നോമ്പ് കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വർഷം നോമ്പുണ്ടല്ലോ. നമ്മുടെ ആരാധന വർഷത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ചാക്രികമാണ്, സൈക്ലിക്കാണ്. ഈ ഒരു കൂദോഷിത്തയിൽ തുടങ്ങി അടുത്ത കൂദോഷിത്തയിൽ വന്നെത്തി പിന്നെയും ഒരു കൂദോഷിത്തയിലേക്ക് യാത്ര ചെയ്യുന്ന ആരാധന ക്രമങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പറയും, ഈ കൂദോഷിത്തം ഇല്ലെങ്കിൽ അടുത്ത കൂദോഷിത്തോ.